ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. 10 ചെറിയ സൂറത്തുകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി പഠിച്ചു. ഇനി അതിന്റെ തൊട്ടുമുകളിലുള്ള അലം തറ കഴിഞ്ഞിട്ട് വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ എന്ന സൂറത്താണ് അർത്ഥം പറയാനുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദഹ യഹ്സബു അന്ന മാലഹു അഖ്ലദഹ കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ വമാ അദ്റാക മൽ ഹുതമ നാറുല്ലാഹിൽ മൂഖദത്തുൽ ലതീ തത്വലിഉ അലൽ അഫ്ഇദ ഇന്നഹാ അലൈഹിം മുഅ്സദ ഫീ അമദിൻ മുമദ്ദദ. അതിന്റെ അർത്ഥം നമുക്ക് പറയാം, ആശയം പഠിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സർവാനുഗ്രഹിയും പരലോകത്ത് മുഅ്മിനീങ്ങൾക്ക് പ്രത്യേകം അനുഗ്രഹങ്ങളും ചൊരിയുന്ന അല്ലാഹുവിന്റെ നാമത്തിൽ. വൈലുൻ വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. വൈൽ എന്ന നരകത്തിന്റെ ചെരുവാകുന്നത്, നാശം എന്ന പേരുള്ള നരകത്തിന്റെ ചെരു. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ചില റിപ്പോർട്ടിൽ ഭൂമിയിലുള്ള സർവ പാറകളും മലകളും പർവ്വതങ്ങളും ആ വൈലിൽ ഇട്ടാൽ ഉടനെ ഉരുകി ഒലിക്കുന്നതാണ്. അങ്ങനെയുള്ള ആ വൈലെന്ന ചെരു ആർക്കാണ്? ലികുല്ലി ഹുമസത്തിൽ ലുമസ. ജനങ്ങളെ പരിഹസിക്കുകയും കൊച്ചാക്കുകയും കളിയാക്കുകയും നിസ്സാരമാക്കുകയും അവരെ കുറ്റം പറയുകയും മോശം പറയുകയും ഗീബത്ത് പറയുകയൊക്കെ ചെയ്യുന്നവർക്കാണ് ഹുമസത്തിൽ ലുമസ. യസ്ദരി ബിന്നാസി വയന്തഖിസു ബിഹിം എന്നാണ് അർത്ഥം പറഞ്ഞത്. ജനങ്ങളെ താഴ്ത്തിക്കെട്ടുകയും, ഏതാളെയും, നമ്മളെ സ്വന്തത്തിൻ്റെതാവട്ടെ വിട്ടുള്ളതാവട്ടെ ഏതൊരാളെയും താഴ്ത്തിക്കെട്ടി പറയുകയും മോശം പറയുകയും നിസ്സാരമാക്കുകയും ചെയ്യുന്നവർക്കാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, തആനും മിഅയാബുൻ. ഹുമസത്തിൽ ലുമസന്റെ അർത്ഥം ആളുകളെ ആക്ഷേപിക്കുന്നവർ, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് നടക്കുന്നവർ. മിഅയാബുൻ, ഐബ് നോക്കി നടക്കുന്നവർ, ഐബ് പറയുന്നവർ, മറ്റുള്ളവരുടെ പോരായ്മ അങ്ങനെ പറഞ്ഞു നടക്കുന്നവർ, അവർക്കാണ് വൈലെന്ന ചുരു. മറ്റൊരർത്ഥത്തില് അൽ ഹുമസ യഹ്മിദുഹു ഫീ വജ്ഹി, മുഖത്തു നോക്കി ആക്ഷേപവും ചൊരിയുന്നവർ, നിസ്സാരമാക്കി സംസാരിക്കുന്നവർ. വൽ ലുമസ മിൻ ഖൽഫി, സാന്നിധ്യത്തിലല്ലാതെ അസാന്നിധ്യത്തിൽ ആളില്ലാത്ത സമയത്ത് ഒരാളുടെ കുറ്റം പറയുന്നവർ. ഇങ്ങനെ മറ്റുള്ളവരുടെ കുറ്റം പറയുന്നവർ, മറ്റുള്ളവരെ നിസ്സാരമാക്കി സംസാരിക്കുന്നവർ, മറ്റുള്ളവരെ മോശമാക്കുന്നവർ, മറ്റുള്ളവരെ പരദൂഷണവും പറയുന്നവർ, അവർക്കാണ് വൈലെന്ന ചെരു. ഖതാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യഹ്മിസുഹു വയൽമിസുഹു ബിലിസാനിഹി വഅയ്നിഹി. അവന്റെ നാക്കുകൊണ്ടോ കണ്ണുകൊണ്ടിങ്ങനെ ഒരാളെ മോശമാക്കി കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുന്നവനും ഉൾപ്പെടും. ജനങ്ങളുടെ ഇറച്ചി തിന്നുന്നവൻ. വയതഅനു അലൈഹിം, അവരെ ആക്ഷേപിച്ചു പറയുന്നവർ. അങ്ങനെയുള്ള ആളുകൾക്കാണ് വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. അപ്പൊ മറ്റുള്ളവരെ മോശമാക്കുകയോ കുറ്റം പറയുകയോ ഗീബത്ത് പറയുകയോ നിസ്സാരമാക്കുകയോ ചെയ്യുന്നവർക്കാണ് വൈലെന്ന ചൊരു എന്നാണ് ആ ആയത്തിന്റെ അർത്ഥം. അടുത്ത ആയത്തിൽ എന്താ പറയുന്നത്? അല്ലദീ ജമഅ മാലൻ വഅദ്ദദഹ. അവൻ സമ്പത്തുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടുന്നു. വഅദ്ദദഹ, അതിനെ എണ്ണിക്കണക്കാക്കി വെക്കുകയാണ്. സമ്പത്ത് സമ്പാദിക്കുന്നു, എന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് നടക്കുകയും ചെയ്യുന്നു. യഹ്സബു അന്ന മാലഹു അഖ്ലദ, അവന്റെ സമ്പത്ത് അവനെ ശാശ്വതമാക്കുമെന്നാണ് അവൻ വിചാരിക്കുന്നത്. യഹ്സബു, അവൻ വിചാരിക്കുന്നത്, അവൻ ഭാവിക്കുന്നത്, അന്ന മാലഹു അഖ്ലദ, അവന്റെ സമ്പത്ത് അവനെ ശാശ്വതമാക്കുമെന്നാണ്. എന്നിട്ട് ആ സമ്പത്തിന്റെ ഹുങ്കിലായിരിക്കും ചിലപ്പോൾ അവൻ മറ്റുള്ളവരെ കുറ്റം പറയുന്നത്.
അങ്ങനെ ദുന്യാവ് അവനെ വലിയ ആളാക്കി മാറ്റുമെന്നും ദുന്യാവിലെ പണമാണ് അവന്റെ എല്ലാത്തിന്റെ കാര്യമെന്നും അവൻ മനസ്സിലാക്കുന്നു. എന്നിട്ട് വലിയ ഒരുമിച്ച് കൂട്ടി വെക്കുന്നു. അതിന് കൊടുക്കേണ്ടതുപോലെ ധർമ്മം ചെയ്യുകയില്ല. ഒരിക്കലും അവൻ അങ്ങനെ ചെയ്യരുത്. ഈ കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല. ഖല്ല, ഒരിക്കലും ചെയ്തു പോകരുത്. ലയുംബദന്ന ഫിൽ ഹുതമ, ഇങ്ങനെയുള്ളവന് ഹുതമയിൽ, നരകത്തിന്റെ ഹുതമ, അവനെ ഉരുക്കിക്കളയുന്ന, അവനെ നശിപ്പിച്ചു കളയുന്ന ഹുതമ എന്ന നരകത്തിലേക്ക് അവനെ എറിയപ്പെടുക തന്നെ ചെയ്യും. ലയുംബദന്ന, അവനെ എറിയപ്പെടുക തന്നെ ചെയ്യും. ഇങ്ങനെ കുറ്റം പറഞ്ഞ് സമ്പത്ത് ഒരുമിച്ച് കൂട്ടി എണ്ണി അവൻ ശാശ്വതമായി ഇവിടെ ജീവിക്കുമെന്ന ധാരണയിൽ ഇങ്ങനെ നടക്കുകയാണ്. മരിക്കണമെന്ന ചിന്തയില്ല, ഇവിടുന്ന് പോകുമെന്ന ചിന്തയില്ല. എന്നും ഇവനിവിടെ കാലാകാലം ജീവിക്കുമെന്ന ചിന്ത. ഇവനെ പോലെയുള്ള ആളുകൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരൊന്നും ഇവിടെ ഇല്ല. 100 വർഷം മുമ്പുള്ളവർ ഇവിടെയുണ്ടോ? 50 വർഷം മുമ്പുള്ള എത്രയോ ആളുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ ചെറുപ്പത്തിലുള്ള എത്ര നമ്മുടെ പരിചയക്കാരി ഖബറിലാണ് ഇപ്പോൾ ഉള്ളത്. അവന്റെ വിചാരം അവനെ ശാശ്വതമായിട്ട് അവന്റെ സമ്പത്തും വീടും പറമ്പും സ്ഥലവുമൊക്കെ അവനെ ശാശ്വതമാക്കുമെന്നാണ്. പക്ഷേ കല്ല, ഒരിക്കലുമില്ല. ലയുംബദന്ന ഫിൽ ഹുതമ, ഹുതമ എന്ന ശക്തമായ ചൂടുള്ള നരകത്തിലേക്ക് അവനെ എറിയപ്പെടുക തന്നെ ചെയ്യും. വമാ അദ്റാക മൽ ഹുതമ, വമാ അദ്റാക, നിനക്ക് എന്താണ് അറിയിച്ചു തന്നത്? മൽ ഹുതമ, ഹുതമ എന്താണ് എന്നതിനെ പറ്റി. ഹുതമ എന്ന ശക്തമായ നരകം എന്താണെന്നതിനെ പറ്റി നിനക്ക് എന്തറിയാം? നിനക്കറിയില്ല ഒന്നും. നിനക്ക് എന്താണ് അറിയിച്ചു തന്നത്? നിനക്കൊന്നും അതിനെപ്പറ്റി കൃത്യമായി അറിയിച്ചു തന്നിട്ടില്ല. കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. നാറുല്ലാഹിൽ മുഖദ, അത് കത്തിക്കപ്പെടുന്ന നരകമാണ്. നാറുല്ലാഹ്, അള്ളാഹുവിന്റെ നരകം. നാറുല്ലാഹ്, അള്ളാഹുവിന്റെ നരകമാണത്. അൽ മുഖദ, കത്തിക്കപ്പെടുന്ന നരകം. അല്ലതീ തത്വലിഉ അലൽ അഫ്ഇദ, ഹൃദയത്തിലേക്ക് വരെ വെളിവാകുന്ന നരകം. ശരീരം മുഴുവനും കത്തി 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 ഹൃദയം വരെ കത്തുന്ന നരകം. ഹൃദയം അടക്കം കത്തിയാല് പിന്നെ രണ്ടാമതവന്റെ ശരീരം വീണ്ടും ആ ശരീരത്തെ അള്ളാഹു മടക്കി പടക്കുകയും വീണ്ടും കത്തിക്കപ്പെടുകയും ചെയ്യും. അല്ലതീ തത്വലിഉ അലൽ അഫ്ഇദ, ഹൃദയത്തിന്റെ മേലിൽ വരെ എത്തുന്നതായ നരകമാണത്. ഇന്നഹാ അലൈഹിം മുഅ്സദ, നിശ്ചയം ആ നരകം അവരുടെ മേലിൽ മൂടപ്പെടുന്നതാണ്. ഫീ അമദിൻ മുമദ്ദദ, നീട്ടപ്പെട്ടതായ ഒരു പൈപ്പ് പോലെ ഉള്ളതിൽ അവനെ അടക്കപ്പെടും. അങ്ങനെ അതിൽ വെച്ച് അവനെ കത്തിക്കപ്പെടുന്നതാണ് എന്നാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞ് ചുരുക്കം. ഏതായിരിക്കട്ടെ, ഗൗരവത്തോടെ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ആലോചിക്കുകയും നമ്മുടെ ജീവിതത്തിൽ ഏതൊരു വ്യക്തിയാണെങ്കിലും, നമ്മുടെ അടുത്തുള്ള സ്വന്തക്കാരനാവട്ടെ, വീട്ടുകാരനാവട്ടെ, അയൽവാസിയാവട്ടെ, കുടുംബമാവട്ടെ, ബന്ധുവാവട്ടെ, ആരാവട്ടെ, നാം മറ്റുള്ളവരെ നിസ്സാരപ്പെടുത്തുകയും കുറ്റം പറയുകയും മോശമാക്കുകയും ചെയ്യുന്നുണ്ടോ? ഈ ആയത്തിന്റെ പരിധിയിൽ നാം ഉൾപ്പെടുന്നുണ്ടോ എന്ന് വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതാണ്. നോമ്പുകാർ പ്രത്യേകിച്ച് ചിന്തിക്കണം. നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തികൾ ചെയ്യുമ്പോൾ നമ്മുടെ നോമ്പിന്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തുകയും ചെയ്യും. അള്ളാഹു നമ്മെ, നമ്മുടെ നാവിനെ, ചിന്തയെ കാക്കുകയും ആരെയും കുറ്റപ്പെടുത്താതെ, നിസ്സാരപ്പെടുത്താതെ, മുസ്ലിമായ തന്റെ സഹോദരന് നിസ്സാരമാക്കൽ തന്നെ ഒരു മനുഷ്യന് ശിക്ഷയാൽ മതിയായതാണ്. മിനൽ വിസ്ർ, ശിക്ഷയാൽ അത് തന്നെ മതി. ഒരാളെ നിസ്സാരപ്പെടുത്തുക എന്നത് തന്നെ മതി എന്ന് ഹൃദയം കൊണ്ടുപോലും ഒരാളെയും നിസ്സാരപ്പെടുത്തേണ്ടതില്ല. അവനേക്കാളും വലുത് ഞാനായിരിക്കുമെന്ന ചിന്ത. ഒരാളും ഒരാളെയും പരിഹസിക്കരുത്, നിസ്സാരപ്പെടുത്തരുത്. അസായക്കൂനു ഖൈറൻ മിൻഹും, പരിഹസിക്കപ്പെടുന്നവർ ആയിരിക്കും ഈ പരിഹസിക്കുന്നവനേക്കാളും ഉത്തമൻ.
വലാ നിസാഉം മിൻ നിസാഇൻ, ഒരു സ്ത്രീകളും മറ്റൊരു സ്ത്രീകളെ പരിഹസിക്കരുത്. ഹസായകുന്ന ഖൈറൻ മിൻഹുന്ന, പരിഹസിക്കപ്പെടുന്നവരായിരിക്കും പരിഹസിച്ച് നടക്കുന്നവനേക്കാളും ഉത്തമർ, അള്ളാഹുവിന്റെ അടുക്കൽ ഉത്തമർ. അതുകൊണ്ട് ആരെയും മനസ്സുകൊണ്ട് പോലും നിസ്സാരമാക്കി മനസ്സിലാക്കേണ്ടതില്ല. എല്ലാവരും അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ളവരായിരിക്കാം, നമ്മൾ മോശക്കാരായിരിക്കാം എന്ന ചിന്തയാണ് നമുക്കുണ്ടാവേണ്ടത്. കിബർ, വലുപ്പത്തരം ആർക്കും വേണ്ടതില്ല. ബത്തറുൽ ഹഖ് വഗംതുൻ നാസ്, ഹക്കിനെ സത്യം പറയുമ്പോൾ നിസ്സാരമാക്കി അതിനെ തള്ളിക്കളയൽ കിബറാണ്. വഗംതുൻ നാസ്, ജനങ്ങളെ മോശമാക്കി കാണൽ, നിസ്സാരമാക്കൽ, ആരെയും മോശമാക്കൽ, എന്നെക്കാളും ചെറുതാണ് മറ്റവൻ എന്ന ചിന്തയുണ്ടെങ്കിൽ അത് കിബറാണ്. ലോകത്ത് എന്നേക്കാളും മോശം ആണ് ഏതൊരാള് എന്ന് കരുതിയാൽ അവൻക്ക് കിബറുണ്ട്. അതുകൊണ്ട് കിബറുള്ളവൻ, അണുമണു തൂക്കം കിബറുള്ളവൻ സ്വർഗത്തിൽ കടക്കുകയില്ല. മൻകാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നാക്കിനെ സൂക്ഷിക്കുക, ഹൃദയത്തെ സൂക്ഷിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.